മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിനോട് ഒരു അവിശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്ത ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. മുസ്ലിം സമുദായത്തിന് കൂടുതൽ വോട്ടുകളുള്ള മലബാർ മേഖലയിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം തകർന്ന് തരിപ്പണമായി എന്നുള്ളതിന്റെ അവലോകനം നടത്തിയാൽ മുസ്ലിം സമുദായത്തിൽ പൊതുവെ തന്നെ ഇടതുപക്ഷത്തോട് ഒരു അവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. അത് പല വിഷയങ്ങൾ, UAPA വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ പൗരത്വ സമരവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പിൻവലിക്കുന്ന വിഷയം, നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം കൈകാര്യം ചെയ്ത വിഷയം, അതുപോലെ തന്നെ വഖഫ് ബോർഡ്, അതുപോലെ തന്നെ 80-20 വിഷയത്തെ അട്ടിമറിച്ച വിഷയം, അതുപോലെ തന്നെ പാഠപുസ്തകത്തിൽ മതനിരാസവും അതുപോലെ തന്നെ ലിബറലിസവും സാമൂഹ്യ വിരുദ്ധമായ ജെൻഡർ ആശയങ്ങളും കടത്തിക്കൂട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിനുണ്ടായ കാര്യങ്ങൾ അത് അവതരിപ്പിച്ചപ്പോൾ അതിനോടുള്ള പ്രതികരണം, അതുപോലെ തന്നെ +1 സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലബാറിന് പൊതുവായി തന്നെയുള്ള മലബാറിനോടുള്ള വിവേചനം, പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്, വർണ്ണ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും മുസ്ലിം സമുദായം വളരെ ന്യായമായി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ, അത് ആവശ്യപ്പെട്ടപ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും പ്രീണനത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തന്നെ വകുപ്പില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടാവാൻ കാരണമായ ഒരു ഗ്രൗണ്ട് ഒരുക്കുന്നതിൽ ഇടതുപക്ഷത്തിന് അതിൻ്റെതായ ചില പണികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതുപോലെ നിരന്തരമായി സമുദായത്തിന്റെ ന്യായമായ അവകാശങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുമ്പോഴും മുസ്ലിം വോട്ട് പോകും എന്നുള്ള ആ ഒരു നില കൃത്യമായി അവലോകനം ചെയ്യുന്നത് കൊണ്ടാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ അടുത്തപ്പോൾ ചില ഗിമ്മിക്കുകൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും പൗരത്വ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇലക്ഷൻ അടുത്തപ്പോൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കിട്ടും എന്ന ഒരു ഏത് നിലക്കുള്ള പ്രതീക്ഷയാണെന്ന് എനിക്കറിയില്ല. ആ രൂപത്തിൽ ഇലക്ഷൻ അടുത്തപ്പോൾ നടത്തിയിട്ടുള്ള ചില ഗിമ്മിക്കുകൾ, അതുകൊണ്ട് സംഭവിച്ചെന്താന്ന് വെച്ചാൽ, നേരത്തെ ഉണ്ടായിട്ടുള്ള നയങ്ങൾ കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം ഓൾറെഡി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിന്റെ കൂടെ മറ്റ് സമുദായങ്ങൾക്കും ഇവരെന്തോ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തോ അനർഹമായത് ചെയ്യുന്നു എന്ന ഒരു ചിന്ത ഉണ്ടാവും. അബ്ദുള്ള ബാസിലി, ഗിമ്മിക്കുകൾ എന്ന് പറയുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുന്നു എന്ന് പറയുന്നവർ പറയുന്ന ഒരു വാദം, ഈ CAA പ്രക്ഷോഭത്തിൽ ഇതിൽ മുൻകൈ എടുത്തിരിക്കുന്നു. ഞാൻ ബാസിലിനോടാണ് ചോദിക്കുന്നത്, ഡോക്ടർ അബ്ദുള്ള ബാസിൽ, മുൻകൈ എടുത്തിരിക്കുന്നത് CPM ആയിരുന്നു. പലസ്തീൻ വിഷയം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു. ആ പരിപാടികൾ നടത്തുന്നതാകട്ടെ മലപ്പുറവും കോഴിക്കോടുമൊക്കെ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ അതിലൊരു ദുരുദ്ദേശമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി വരുന്നത്. മറ്റൊന്ന്, എന്ത് നേടിയെടുത്തു എന്ന് പറയുമ്പോൾ വഖഫ് ബോർഡ് നിയമനം PSC വഴിയാക്കാനുള്ള തീരുമാനമെടുത്ത് സർക്കാർ എടുത്തിരുന്നു. പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോകുന്നത്. അപ്പോൾ എവിടെയാണ് പീഡനം? ഓക്കെ, ഇവിടെ ചോദ്യത്തിൽ തന്നെ അതിന് ഏകദേശം മറുപടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇലക്ഷനുമായി അടുത്ത് വരുമ്പോൾ നടത്തുന്ന കുറച്ച് ഗിമ്മിക്കുകൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഫലസ്തീൻ വിഷയത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് കേരളത്തിൽ മൊത്തത്തിൽ തന്നെ അതിനു വേണ്ടിയുള്ള സമരങ്ങൾ ആലോചിക്കുകയായിരുന്നു. പക്ഷെ അത് മലപ്പുറത്തേക്കും കോഴിക്കോടേക്കും UCC ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഫലസ്തീനുമായി ബന്ധപ്പെട്ടാണെങ്കിലും അത്തരത്തിലുള്ള സമരങ്ങൾ ചുരുങ്ങുന്നു. അവിടെ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള മോട്ടീവ് എന്താണ് എന്നുള്ളത് മുസ്ലിം സമുദായം ചിന്തിക്കുന്ന അവസ്ഥ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ മുസ്ലിം സമുദായത്തിന്റെ ന്യായമായ ആവശ്യങ്ങളോട് ഇടതുപക്ഷം തിരിഞ്ഞു നിൽക്കുകയും എന്നിട്ട് ഇങ്ങനെയുള്ള കുറച്ച് ഗിമ്മിക്കുകൾ മാത്രം വരികയും ചെയ്യുന്നു എന്നുള്ളിടത്താണ് വിഷയം കിടക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള വഖഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, വഖഫ് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്, മുസ്ലിം സമുദായത്തിന് അന്യായമായ ഒരു കാര്യം കൊണ്ടുവരികയും എന്നിട്ട് അത് പിൻവലിക്കുകയും ചെയ്യാം. പ്രതിഷേധം വരുമ്പോൾ പിൻവലിക്കുകയും ചെയ്യാം. അതോടുകൂടി എന്താ സംഭവിക്കുന്നത്, മറ്റുള്ളവർ വിചാരിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ പ്രഷർ കൊണ്ട് ഇതാ മുസ്ലിം സമുദായത്തിന് അനുകൂലമായി എന്തോ തീരുമാനം എടുത്തിരിക്കുന്നു. എതിരായ ഒരു തീരുമാനം എടുത്തതിന് ശേഷം പിൻവലിച്ചത് എങ്ങനെയാണ് പ്രീണനമാകുക എന്ന് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഇടതുപക്ഷമാകട്ടെ അല്ലെങ്കിൽ ജനാധിപത്യ കക്ഷികൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൽ നമുക്ക് ഒരു ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് ക്ലാരിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നാർക്കോട്ടിക് ജിഹാദ് വന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർഗീയ വിദ്വേഷങ്ങൾ എല്ലായിടത്തും പകർന്നതിന് ശേഷം അല്ലെങ്കിൽ എല്ലാവരും എത്തിയതിനു ശേഷമാണ് പിന്നെ ചെറിയ ചില പ്രസ്താവനകളിലൂടെ ഒക്കെ പോകുന്നത്. അതേപോലെ തന്നെ മദ്രസ അധ്യാപകർക്ക് പെൻഷൻ കിട്ടുന്നു, ഇപ്പോഴും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ രേഖകൾ എന്ന നിലക്കാണ് ഈ കാസ പോലെയുള്ള തീവ്രവാദ സംഘടനകളും RSS ഒക്കെ പിന്നെ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ സർക്കാരിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ജനാധിപത്യ കക്ഷികൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്.
ഇത് ഇങ്ങനെയല്ല എന്നുള്ളതും കൃത്യമായ എന്താണ് സംഭവിച്ചതെന്നുള്ളതും. ഇപ്പം 80-20 ഇപ്പോൾ പോലും നിരന്തരമായി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിൽ 80-20 എന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ രേഖകൾ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. പക്ഷെ ഇതൊന്നും രേഖകളിലുള്ള വസ്തുതകൾ ജനങ്ങളോട് പറയാതെ അത് ഒരു വഴിക്ക് നടക്കട്ടെ, അങ്ങനെ സാമുദായിക ധ്രുവീകരണം നടക്കട്ടെ, ആ രൂപത്തിൽ ഞങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടുകയാണെങ്കിൽ, ക്രിസ്ത്യൻ വോട്ട് കിട്ടുകയാണെങ്കിൽ അതിങ്ങോട്ട് പോരട്ടെ എന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നം. ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാർ ഉണ്ടാക്കുന്ന ചില നറേറ്റീവുകൾ അത് പറയുക എന്നുള്ളതാണ് നടക്കുന്നത്. അപ്പോൾ അതിന് എത്രത്തോളം വെള്ളാപ്പള്ളി സഹായിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം. സമയക്കുറവുള്ളതുകൊണ്ടാണ് ശ്രീ ബാസിൽ. ഇപ്പോൾ ശ്രീ സണ്ണി എം കബിക്കാട്,